പകർച്ചവ്യാധികൾ പടർന്ന് പിടിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭയുടെ അധികാര പരിധിക്ക് പുറത്ത് പ്രതിരോധ വകുപ്പിലെ റോഡിലും മേജർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡ്, സീപോർട്ട് എയർപോർട്ട് റോഡ്, ദേശീയപാതയടക്കം റോഡിന്റെ ഇരുവശങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങൾ ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഈ മാലിന്യങ്ങളും പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുമെന്ന ഭയത്തിലാണ് പ്രദേശവാസികൾ. കളമശ്ശേരി മേജർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മാലിന്യങ്ങൾ ശേഖരിച്ച് കൂട്ടിയിടുന്നത്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ പല സ്ഥാപനത്തിന്റെ മുകളിലും മറ്റുമായി തൊഴിലാളികൾ താമസിക്കുന്നതാണ് ഈ പ്രദേശത്ത് എത്രയിലധികം മാലിന്യം കൂട്ടാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പല വ്യവസായ സ്ഥാപനത്തിന്റെ മുകളിലും അനധികൃതമായുള്ള ലേബർ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 10, 20, 50ഓളം വീതം തൊഴിലാളികൾ താമസിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇവർ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, ഫുഡ് വേസ്റ്റുകൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ റോഡുകളിൽ തള്ളുന്നതാണ് ഇവിടെ മാലിന്യം കൂട്ടാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പിന്നീട് ഈ മാലിന്യങ്ങൾ നഗരസഭയെ കൊണ്ട് എടുപ്പിച്ച് ഡബ്ബിംഗ് യാർഡിൽ തള്ളുകയാണ് പതിവെന്ന ആക്ഷേപമുണ്ട്. ചെറുതും വലുതുമായ 100ൽ കൂടുതൽ വ്യവസായ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന മേജർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ മാലിന്യ സംസ്കരണത്തിന് നിലവിൽ യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ല. നിരവധി വ്യവസായങ്ങൾ നിർത്തിപ്പോയ സ്ഥലങ്ങളിൽ ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നിർമ്മിക്കണമെന്ന ആവശ്യത്തിനും കാലങ്ങളുടെ പഴക്കമുണ്ട്. അടിയന്തരമായി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ മാലിന്യ സംസ്കരണ പ്രശ്നം പരിഹരിക്കുന്നതിന് ശുചീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ പറയുന്നത്. അതേസമയം കളമശ്ശേരി നഗരസഭ പ്രദേശത്ത് ജൂൺ മാസത്തിൽ ഏകദേശം 105ഓളം പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതായും ഇതിൽ 30ഓളം പേർ മെഡിക്കൽ കോളേജ് വാർഡിൽ ഉള്ളവരാണെന്നും നഗരസഭ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉദ്യോഗസ്ഥർ പറഞ്ഞു. പൊതുനിരത്തിൽ മാലിന്യ തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആരോഗ്യ വിഭാഗം തയ്യാറായാൽ മാത്രമേ നഗരസഭാ പ്രദേശത്ത് പൊതുനിരത്തിൽ മാലിന്യം തള്ളുന്നതിന് പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നു നാട്ടുകാർ പറഞ്ഞു.